ഹലോ അസ്സാമു അലൈക്കും വെൽക്കം. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരു പുതിയ വ്ളോഗായിട്ടാണ് വന്നത്. ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാൻ കുറച്ച് സങ്കടത്തിലേനു കേട്ടോ. കാര്യമില്ല, ഒരു സ്ഥലത്തേക്ക് പോകല കുറച്ച് ദിവസത്തേക്ക്, അതെല്ലാം കൊണ്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. ഇപ്പം ഇല്ലേ 6:30 മണിയാണ് കേട്ടോ. ഇന്നും അലുനും ടിഫിനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നാ ആക്കാൻ എനിക്ക് എല്ലാ ദിവസവും കൺഫ്യൂഷൻ തന്നെയാണ് എന്നാ കൊടുക്കാമെന്ന്. അധികം അവർക്ക് ഇഷ്ടമുള്ള സേഫായിട്ടുള്ള അവർ ഫുള്ളായിട്ട് തിന്നിട്ട് വരുന്ന എന്തെങ്കിലും ആക്കി കൊടുക്കൽ. പക്ഷേങ്കിലില്ലേ ഇപ്പം മസാല ഉള്ള എന്തെങ്കിലും ഫുഡെല്ലാം കൊടുത്താലൊന്നും അവർ തിരയെ തിന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണമെന്ന്. എപ്പോഴും ഇഷ്ടമുള്ള മാത്രം കൊടുത്താലും ശരിയാവില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ അവർക്ക് ഒരു ദിവസം ഇഷ്ടമുള്ള ഫുഡ് കിട്ടിയില്ലെങ്കിൽ തിന്നാണ്ടിരിക്കലും ചെയ്യില്ലേ. വിശക്കും എന്തായാലും തിന്നോളും. എന്നാലും ഈ മസാല ഉള്ള ഐറ്റംസ് ഒന്നും ഇവർക്ക് തീരെ സെറ്റാവില്ല. അതൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ എരിവും മസാലയിലുള്ള ഇപ്പം കൊടുക്കലുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ട് ഒരു ബ്രെഡ് മസാല പോലെ അങ്ങനെ ഉണ്ടാക്കില്ല. ഇത് ഞാൻ മുന്നേ കാണിച്ചിന്. പക്ഷേങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ്. അനക്കും ഇക്കാക്കെല്ലാം നല്ല ഇഷ്ടമാണ്. പക്ഷേങ്കിൽ അവർ രണ്ടാളും തിന്നൂല. അതുകൊണ്ട് ഞാൻ തിന്നാത്തതുകൊണ്ട് നിർബന്ധിച്ച് കൊടുക്കുന്ന ശീലമാവണ്ടേ. ആദ്യമില്ലേ വെളിച്ചെണ്ണ വെച്ചിട്ട് ക്യാപ്സിക്കം ഇട്ടാൽ മതി. പിന്നെ തക്കാളി, ഉള്ളി, പച്ചമുളക് ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞാൻ കട്ടാക്കിന്. അത് ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ തിന്നാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മാക്സിമം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ടാക്കിക്കോ ചെറിയ കുട്ടികളെല്ലാണെങ്കിൽ. ഇത് തലേ ദിവസം ഞാൻ ചിക്കനില്ലേ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വേവിച്ചേരം ഞാൻ അതിൽ നിന്ന് ചെറിയൊരു പീസ് മാറ്റി അങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേനു കേട്ടോ. ഇത് ഇപ്പം പുതിയ പാരൻസ് എല്ലാം ആണെങ്കിലെല്ലാം ഇങ്ങനെയുള്ളൊരു ടിപ്പാണ്. ഇങ്ങനെ ചിക്കനെല്ലാം ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ കുറച്ച് കറി വെക്കാനെല്ലാം ആക്കുമ്പോൾ ഇങ്ങെടുത്ത് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ പിറ്റേന്ന് രാവിലെ ആക്കി കൊടുക്കാം. കുറച്ച് മതിയാവുമല്ലോ, ഒരു 1-2 പീസെല്ലാം മതിയാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് അത് വാടി വന്നേരം പിന്നെ ചിക്കൻ മസാലയും ഇട്ട് എന്തെങ്കിലും മസാലയെല്ലാം ഗരം മസാല, പിന്നെ ഈ പാവ് ബജി മസാല, ചാട്ട് മസാല അങ്ങനത്തെ എല്ലാം ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ചിക്കൻ മസാല മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടാണ്, പച്ചമുളക് ഇട്ടാണ്, കുറച്ച് എരിവാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ പൊടി ഇട്ടാൽ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണേ വാട്ടാനെല്ലാം കരിഞ്ഞു പോവും. എന്നിട്ട് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കുക, ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി. അത് കുറച്ചധികം തന്നെ ഒഴിച്ചോ, കാര്യം ബ്രെഡിലൊരു മധുരമില്ലേ അതെല്ലാം അങ്ങ് മാറാൻ ഈ കെച്ചപ്പും പച്ചമുളകെല്ലാം നല്ലതാണ്, അല്ലെങ്കിൽ ഒരു മധുര ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം. പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞൾ പൊടിയും എല്ലാം ഇട്ടിട്ടേനും ഞാൻ വേവിച്ച് വെച്ചിന്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് മിക്സാക്കാം. ചിക്കൻ അല്ലെങ്കിൽ മുട്ട എടുത്താൽ മതി. ഈ സമയത്തില്ലേ മസാല കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മുട്ട അങ്ങനെ വെറുതെ ഉടച്ചെടുക്കൂലേ, സ്ക്രാമ്പിൾ ചെയ്തെടുക്കൂലേ, അങ്ങനെ ചെയ്താൽ മതി. ചിക്കനും മുട്ട ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എൻ്റെ കുട്ടിക്ക് മുട്ട ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് കട്ടാക്കി വെച്ച ബ്രെഡ് ഇടുക, മിക്സാക്കുക. ബ്രെഡ് ഇട്ട് മിക്സാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇത് ചൂട് തണിഞ്ഞാലൊന്നും ഇല്ല, അങ്ങനെ ഹാർഡാവുകയൊന്നും ചെയ്യില്ല ടിഫിനിലിട്ടാൽ. പിന്നെ ഇവർക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റാണ്, ലഞ്ചല്ല, അതുകൊണ്ട് ഇത് പ്രശ്നമില്ല. പിന്നെ ഇല്ലേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഭയങ്കര അടിപൊളി പാരൻ്റൊന്നും അല്ല. ഞാനും എനിക്കും കുറേ എന്താ പറയുക നെഗറ്റീവ്സ് എല്ലാം ഉണ്ട് പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ. പക്ഷേങ്കിൽ ഞാൻ ഇന്നൂല് ഉണ്ടാക്കിയെടുത്തൊരു ശീലങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്നു സ്കൂളിൽ പോയിട്ട് എല്ലാ ദിവസവും പോയി പഠിച്ചാലും ഇല്ലേ ഓൾക്ക് ചിലപ്പോൾ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ പെട്ടെന്ന് അങ്ങനെ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റലില്ല. ഞാനിത് ഉള്ള കാര്യം തന്നെ കേട്ടോ പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ ഞാൻ രാത്രി ഇരുന്ന് ആ എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്തെടുത്ത് കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയാലേ ഒക്കെ അത് മനസ്സിലാവലുള്ളൂ. കാര്യം ചില കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ക്ലാസ്സിൽ തന്നെ മനസ്സിലാവും. ഇന്നൂന് അങ്ങനെയല്ല. അപ്പോൾ ഇല്ലേ ഓളെ മനസ്സിലാക്കിയിട്ട് ഞാൻ ചെറുതിലേ അങ്ങനെ തന്നെ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്ത്. പക്ഷേ ഇപ്പോൾ ഓളൊരു 3rd സ്റ്റാൻഡേർഡിൽ എത്തിയറിയില്ലേ ഒക്കെ ഒറ്റയ്ക്ക് അത് എന്താ പറയുക വീട്ടിലിരുന്നിട്ട് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ട്യൂഷൻ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ ഭാഗത്തോട്ടേ നോക്കേണ്ട വരില്ല. എക്സാമിൻ്റെ ടൈമിലെല്ലാം മോൾക്ക് ഒറ്റയ്ക്ക് നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ചെറുതിലെ തന്നെ കുട്ടികൾക്ക് നല്ലൊരു ബേസ് നമ്മൾ ഉണ്ടാക്കി കൊടുത്താലില്ലേ അവർക്ക് വലുതാവുമ്പോൾ നമുക്കിങ്ങനെ പറയേണ്ടി വരില്ല, പഠിക്കുക അങ്ങനെ പറയേണ്ടിയൊന്നും വരില്ല. അല്ലെങ്കിൽ പഠിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് മനസ്സിലാവാത്തതിൻ്റെ പേരിൽ നമുക്ക് അവരെ വഴക്ക് പറയേണ്ടിയൊന്നും വരില്ല. കുട്ടികളിങ്ങനെ ഇരുത്തി പഠിപ്പിക്കാൻ ടൈമില്ലാത്ത പാരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പഠിപ്പിക്കാനും മാത്രം മനസ്സിലാവാത്ത പാരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുള്ളവരും ഉണ്ടാവും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു ട്യൂഷനാണ് ആൽബിഡോ കേട്ടോ.
ഞാൻ ഈ സമയത്ത് ആൽബിഡോനെ പറ്റി പറയാണ്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർ കുട്ടികൾക്ക് എന്താണോ വേണ്ടത് ചെറുതിലേ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാനും എല്ലാം ഇവരെ ഒരു ക്ലാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബേസ് എന്തായാലും കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വളരും തോറും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഏത് സബ്ജക്റ്റിലായാലും ലാംഗ്വേജിലായാലും ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നല്ലോണം തറവായിട്ട് പഠിപ്പിച്ചിട്ട് അവരെ ഭാവിയിലേക്കും ലോങ് ടേം ആയിട്ടുള്ളൊരു എന്താ പറയുക, അവർക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റ് ആയിരിക്കും ഈ ആൽബിഡോൻ്റെ ട്യൂഷൻ കൊടുത്താൽ. പല കുട്ടികളും പല ടൈപ്പായിരിക്കില്ലേ, ക്ലാസ്സിൽ നിന്ന് മനസ്സിലാവുന്നവരുണ്ടാവും, മനസ്സിലാവാത്തവരുണ്ടാവും. എന്തായാലും അവർക്ക് ക്ലാസ്സിൽ നിന്ന് ഒറ്റയ്ക്കൊരു അറ്റൻഷൻ എന്തായാലും കിട്ടില്ല. ടീച്ചർ വന്നിട്ട് നമ്മളെ കുട്ടികളെ മാത്രം അങ്ങനെ ഒരു അറ്റൻഷനൊന്നും കൊടുക്കില്ലല്ലോ. പക്ഷെങ്കിൽ ഈ ആൽബിഡോ ട്യൂഷൻ ആകുമ്പോൾ ഒറ്റയ്ക്ക് ഒരു ടീച്ചറും ഒരു കുട്ടിയും പിന്നെ ഒരു മെൻറ്ററും ഉണ്ടാവും. പല പല ആക്ടിവിറ്റീസ് കൊടുത്തിട്ടും അവർക്ക് അവരെ മൈൻഡിൽ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ എക്സാം എല്ലാം വരുമ്പോൾ സ്പെഷ്യൽ കോഴ്സസ് ഉണ്ട്, പല ടൈപ്പിലുള്ള കോഴ്സസ് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഏത് സിലബസ് ആയാലും ഏത് നാട്ടിലായാലും ഏത് ടൈമിലും നിങ്ങൾക്ക് ക്ലാസ് തരും. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, വേണ്ടുന്നവരൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഇല്ലേ, ഞാൻ മാങ്ങയും പിന്നെ തൈരില്ലേ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ എസെൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയെല്ലാം ഞാൻ കൊടുക്കലുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവരുടെ ടിഫിൻ കേട്ടോ. പിന്നെ ഇല്ലേ, ഞാൻ ഇവരെ വാട്ടർ ബോട്ടിൽ കഴുകാൻ വേണ്ടി എടുത്തരാന്ന് ഞാൻ എൻ്റെ മറ്റേ ഈ എന്താ പറയുക, ഈ വാട്ടർ ബോട്ടിൽ ഉള്ളിലിട്ട് കഴിക്കുന്ന ഒരു ബ്രഷിൽ എന്തെങ്കിലുമുള്ള അത് കാണാണ്ടായിട്ട് 5-6 ദിവസമായി. കഴിഞ്ഞ ആഴ്ച പുറത്ത് പോയവരെ വാങ്ങണമെന്ന് വിചാരിച്ചേനു, വാങ്ങാൻ മറന്നുപോയി. അതുകൊണ്ടില്ലേ ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുലുക്കി കഴുകി വെച്ചേനു. അന്ന് ഞാനൊരു ഹാക്ക് കണ്ടത് എനിക്ക് ഓർമ്മ വന്നേട്ടാ. ഞാൻ വിചാരിച്ച് ചെയ്ത് നോക്കാം, സമയമുണ്ട്. നമ്മൾ സ്ക്രബ്ബറില്ലേ അതെടുത്തിട്ട്, സ്പോഞ്ചില്ലേ അതെടുത്തിട്ട് ഇങ്ങനെ കട്ടാക്കുക. ഞാൻ കാണിച്ച പോലെ കട്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു സ്പൂണിൻ്റെ മേലല്ല ഇങ്ങനെ ഞാനും നല്ലോണം റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കഴുകുന്നത് ഞാൻ കണ്ടിന്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. ഞാൻ അധികം ഇങ്ങനെ ഹാക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കും. ചിലത് സക്സസ് ആവും, ചിലത് എന്താ പറയുക വല്ലാത്ത അവസ്ഥയായിരിക്കും, ഒന്നും ആവില്ല. പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ, ശരിക്കും വർക്കായിന്. നമ്മളെ കൈയിട്ട് കഴുകാൻ പറ്റാത്തതെല്ലാം നമുക്ക് ഇങ്ങനെ കഴുകാം. ഭയങ്കര അതിൻ്റെ മേലെ ഇങ്ങനെ ഉറപ്പുണ്ടാവില്ല, പക്ഷെ നല്ല ടൈറ്റിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് കണ്ട ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളായിന് ഈ ഒരു ഹാക്ക്. അങ്ങനെ ബ്രഷെല്ലാം പെട്ടെന്ന് കാണാണ്ടായാലെല്ലാം ഇങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ വേഗം പോയി ഇവരെ എണീപ്പിച്ച് റെഡിയാക്കി മുടിയെല്ലാം കെട്ടിക്കൊടുത്ത്. ഇപ്പോൾ രാവിലെ തണുപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് ഈ കാർഡിഗനെല്ലാം ഇടാൻ തുടങ്ങി യൂണിഫോമിൻ്റെ. ഇനിയില്ലേ എനിക്ക് കുറച്ച് പണികളെല്ലാം ഉണ്ട്, ഇക്കാൻ്റെ അയൺ ചെയ്യാനെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഈ സമയത്ത് കാണിക്കുന്നില്ല. ഞാൻ ഒരു വീഡിയോ പ്രൈവറ്റാക്കി വെച്ചിരുന്നു, അതിൽ ഞാൻ സോഫ ക്ലീൻ ആക്കുന്ന കാണിച്ചിരുന്നു. അപ്പോൾ അത് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അതിൻ്റെ ലിക്വിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആ വീഡിയോ കാണുന്നില്ലല്ലോ എന്ന്. അതുകൊണ്ട് ഞാനത് ഇതിൽ കാണിക്കുന്ന എന്നിട്ട് ഈ സമയത്ത് എനിക്ക് പോകാനുള്ള കുറേ ഡ്രസ്സസ് എല്ലാം അയൺ ആക്കാനുണ്ടായിരുന്നു, അത് ചെയ്യലിനു. പക്ഷെ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ക്ലിപ്പ് അതിൻ്റെ ഒക്കെ ആഡ് ചെയ്തതാണ്. ഞാനിപ്പം അധികവും ഇങ്ങനെ തന്നെയാണ് സോഫ ക്ലീൻ ആക്കൽ, ഒരു 2 ആഴ്ചയെല്ലാം കൂടുമ്പോൾ ഞാൻ ചെയ്യലുള്ളൂ. ആദ്യമല്ലേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട്, കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ഇല്ലേ അത് ഒഴിച്ചു കൊടുത്തിന് കേട്ടോ ആദ്യം ആ വെള്ളത്തിൽ.
എന്നിട്ട് ബേക്കിംഗ് സോഡ ഇടുക. അപ്പക്കാരയില്ലേ, ബേക്കിംഗ് സോഡ കുറച്ചൊന്നുമല്ല, കുറച്ച് അധികം തന്നെ ഇടണം കേട്ടോ. നമ്മൾ ഫുഡാക്കുമ്പോൾ ഇടുന്ന പോലെയൊന്നുമല്ല, ഞാനിട്ട കണ്ടില്ലേ, കുറച്ച് അധികം തന്നെ ഇടുക. എന്നിട്ട് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഈ ഡെറ്റോളിൻ്റെ ഈ ഒരു ലിക്വിഡ് ഒഴിക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഷാമ്പു എടുത്താൽ മതി. അത് ഞാൻ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ഒരു ഷാമ്പു മതി. ഷാമ്പു കുറേ അധികമൊന്നും വേണ്ട, ഭയങ്കര പതിയായിപ്പോവും. മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു മതി കേട്ടോ, അത് കുറച്ച് മതി. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ആക്കുക. അങ്ങനെ ഞാൻ ഒഴിച്ച പോലെ ഡെറ്റോളിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും നല്ല സ്മെല്ലുള്ള ഈ പറയുന്ന പോലെ ജേംസ് എല്ലാം പോകുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാൽ നല്ല മണവും എല്ലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇതേപോലത്തെ ഒരു ലിഡ് എടുക്കുക. എന്നിട്ട് ലിഡ് എടുക്കുമ്പോൾ ഇല്ലേ, നല്ല ഉറപ്പുള്ള ഞാൻ എടുത്ത പോലത്തെ ഗ്ലാസിൻ്റെ തന്നെ വേണമെന്നില്ല, സ്റ്റീലിൻ്റെ ആയാലും ഈ ഒരു ഷേപ്പിലുള്ളത് എടുക്കുക. എന്നിട്ട് ഒരു നല്ല കോട്ടൺ ക്ലോത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലീനിങ് യൂസ് ചെയ്യുന്ന നല്ല ക്ലോത്ത് ഇല്ലേ, പറയുന്ന പോലെ മറ്റേ പോളിസ്റ്ററൊന്നും എടുക്കണ്ട, നല്ലോണം കച്ചറയെല്ലാം വരുന്ന ടൈപ്പ് ക്ലോത്ത് എടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഇതിലേക്ക് മുക്കിയിട്ട്, ഞാൻ ആദ്യം ചെയ്യുന്ന ഹാൻഡിലാണ് കേട്ടോ. ഞാൻ ഈ പാത്രം വെച്ച ഈ സോഫൻ്റെ ഹാൻഡിലില്ലേ, അവിടെ നല്ലോണം കച്ചറ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ക്ലീൻ ആക്കൽ ഇതുപോലെ തുണി കെട്ടിയിട്ട് ഈ വെള്ളത്തിൽ മുക്കിയിട്ടാണ്, കുറച്ച് നനവ് കൂട്ടിയിട്ടാണ് ക്ലീൻ ആക്കൽ. അതല്ലെങ്കിൽ ആദ്യം തുണി മുക്കി പിഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിയെടുത്താലും മതി. അതിങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. കാര്യം ഈ ഹാൻഡിൽമേലാണ് എപ്പോഴും ആലു ഇപ്പം ലേസെല്ലാം തിന്നൂലേ, ഇവിടെ ഇട്ടിട്ട് തിന്നൂല, പക്ഷേങ്കിൽ ഓൾ ലേസെല്ലാം തിന്ന കൈയുണ്ട് ഈ സോഫൻ്റെ ഹാൻഡിൽ തൊടും. പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിച്ച ഇവിടെ ഇരുന്നിട്ട് ഓൾ ടി വി ആണ്, അതുകൊണ്ട് ഇവിടെ അധികം നല്ല കച്ചറ ഉണ്ടാവും. അതുകൊണ്ട് കുറച്ചധികം നനവിലാണ് ഞാനിത് ക്ലീൻ ആക്കുന്നത്. ഇങ്ങനെ നല്ലോണം ഉരച്ചെടുത്താൽ മതി. ഇങ്ങനെ ഈ ലിഡ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഉരക്കുമ്പോഴേ നല്ല സ്ട്രോങ്ങിൽ നമുക്ക് ഉരക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നല്ലോണം ക്ലീൻ ആവുകയും ചെയ്യും, നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടും. അതിനെ ഇങ്ങനെ ചെയ്യുന്നത്. ആരെങ്കിലും ഇങ്ങനെ ചെയ്യലില്ലെങ്കിൽ, കുറേ ആൾ ചെയ്യലുണ്ടാവും, ചെയ്യലില്ലെങ്കിൽ ചെയ്ത് നോക്ക്. ഇത് കണ്ട വൈറ്റ് കളർ തുണിങ്ങാനാണെങ്കിൽ ശരിക്കും മനസ്സിലാവാനും ഭയങ്കരമായിട്ട് അതിലുള്ള കച്ചറ ഇളക്കി വരും. എന്നിട്ട് ആ തുണി കഴിച്ചിട്ട് ഒലുമ്പ നല്ലോണം ക്ലീൻ ആക്കുക. എന്നിട്ട് രണ്ടാമതും നോർമൽ ആണെങ്കിൽ, ഭയങ്കര കച്ചറയില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഇതുപോലെ നമ്മളുണ്ടാക്കിയ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് ഭയങ്കര പിഴിഞ്ഞ് ഡ്രൈ ആക്കണ്ട, കുറച്ച് നനവ് വേണം കേട്ടോ. ഭയങ്കര ഡ്രൈ ആക്കിയാൽ പിന്നെ കാര്യമില്ലല്ലോ. അങ്ങനെ ചെറിയ നനവിൽ ഇതേപോലെ രണ്ടാമതും കെട്ടിക്കൊടുക്കുക. ഇത് കണ്ട തുണി ഇപ്പം നല്ല ക്ലീനായി. എന്നിട്ട് പിന്നെയും ഓരോ സ്ഥലത്തും ഇങ്ങനെ ഉരച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ടുള്ള മെയിൻ എന്താണെന്നറിയാം, ഭയങ്കര ഗ്രിപ്പിൽ നമുക്ക് ഉരക്കാൻ പറ്റും. കച്ചറ വേഗം ക്ലീനാവും. നമ്മൾ തുണി കൈമിൽ വെച്ചിട്ട് ഉരക്കുന്ന പോലെയല്ല. ഇതുണ്ട് ഇവിടെയെല്ലാം മിക്കവാറും ചോക്ലേറ്റ് എങ്ങാനും ആയിരിക്കും അയച്ചിട്ടുണ്ടാവുക. അതിലെത്ര വേഗമെന്നറിയുക പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കിയാൽ ഭയങ്കര സ്മെല്ലും ആയിരിക്കും, എന്താ പറയുക, നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലും ആയിരിക്കും കേട്ടോ. പിന്നില്ലേ, ഞാനെപ്പോഴും ഇങ്ങനെ ഈ മൂടിൻ്റെ മേലെ വെച്ച് അല്ലെങ്കിൽ ലിഡിൻ്റെ മേലെ വെച്ചിട്ടല്ല, ഈ സെയിം ലിക്വിഡ് കയ്യിൽ പിഴിഞ്ഞിട്ട് അങ്ങനെ തുടച്ചാലും മതി കേട്ടോ, തുണി വെച്ചിട്ട്. ഇനി ഇതൊരു അരമണിക്കൂർ നല്ല സ്പീഡിൽ ഫാനിടുക, ഡ്രൈ ആക്കുക. അപ്പം നല്ല സ്മെല്ലും നല്ല വൃത്തിയെല്ലാം കേട്ടോ സോഫ. അപ്പോൾ ഇതാ ഇക്കക്ക് പോകാനുള്ള ഡ്രസ്സെല്ലാം അയണാക്കിയിട്ടെല്ലാം വെച്ചിന്. കുറച്ച് ഇക്കയും ചെയ്തിന്, ബാക്കി ഞാനും ചെയ്തിട്ടാ. ഒരാഴ്ചത്തേക്ക് ഇക്ക ചൈനയിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇതൊരു ബിസിനസ് ട്രിപ്പാണ്. എന്താ പറയുക, പോകണം, എന്തായാലും പോകേണ്ടുന്ന ഒരു ബിസിനസ് ടൂറേനു കേട്ടോ. അപ്പോൾ ഒരു 7 ദിവസത്തേക്കാണ് പോകുന്നത്. ഒറ്റക്ക് പോകുന്നുണ്ട്, ഇക്കാക്കും പോവേണ്ടതായിട്ടുള്ള ട്രിപ്പായതുകൊണ്ട് നിൽക്കും പോകുന്നത്. പിന്നെ നമുക്കാണെങ്കിൽ നമ്മളുടെ ഒറ്റക്കാവുന്നുള്ളതുകൊണ്ട് നമുക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലേനു പോകുന്നത്. പക്ഷെങ്കിൽ പോകണമല്ലോ എന്തായാലും. അങ്ങനെ പിന്നെ ഒരു ഫോർമൽസ് വേണം, ഒറ്റ ഫോർമൽ ഡ്രസ്സ് മതി കേട്ടോ. പിന്നെ ബാക്കി മൊത്തം കാഷ്വൽസ്. പിന്നെ ആടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ടെമ്പറേച്ചർ നോക്കുമ്പോൾ. അതുകൊണ്ട് സ്വെറ്ററും ഹുഡിയും അങ്ങനത്തെ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലുള്ള ക്ലോത്ത് എല്ലാം എന്നിട്ടാ കൊണ്ടുവന്ന്. പിന്നെ ഒരു ജാക്കറ്റ് വെക്കുന്നുണ്ട്. ഇക്കാക്ക് ഒരു നല്ല ജാക്കറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഡ്രസ്സൊന്നും അങ്ങനെ കൂടുതൽ വാങ്ങിയിട്ടൊന്നുമില്ല. ഓൾറെഡി ഉള്ള ഹുഡിയും പിന്നെ സ്വെറ്ററും അങ്ങനെയെല്ലാമാണ് കൊണ്ടുവന്നത്. 7 ദിവസത്തേക്ക് 7 എണ്ണം അങ്ങനെ എടുക്കുന്നുണ്ട്. പിന്നെ റൂമിൽ നിന്ന് യൂസ് ആക്കാനുള്ളതും അങ്ങനെയെല്ലാം എടുക്കുന്നുണ്ട്. ഇക്ക ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിവിടെ ഇങ്ങനെ, നമ്മൾ ഇവിടെ ഉള്ളവരും ഒമാനിലുള്ളവരും അങ്ങനെ പോകാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാനും പോകുന്നത്. പിന്നെ ഇക്ക ആകെ ഈ ഒരു ബ്ലാക്ക് ഹുഡി മാത്രമേ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഉള്ള തന്നെ അങ്ങനെ കൊണ്ടുപോയാല.
പിന്നെ ഇല്ലേ ഇക്കായാലും വേറൊരു സ്ഥലത്തേക്ക് വേറൊരു കൺട്രിയിലേക്ക് ഇങ്ങനെ ഒറ്റക്കെല്ലാം ഫാമിലിയൊന്നും ഇല്ലാണ്ട് പോകുന്നതും ആദ്യമായിട്ടാണ്. അതുകൊണ്ട് പിന്നെ ഇല്ലേ അനക്കും കുട്ടികൾക്കെല്ലാം നല്ല വിഷമേനു കേട്ടാ. 7 ദിവസം എന്ന് പറയുമ്പോൾ ഇല്ലേ ചെറിയ ദിവസമാണ്, പക്ഷേങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഭയങ്കര ലോങ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടേനു പോകുന്ന ദിവസമെല്ലാം. പിന്നെ അങ്ങനെ വേഗം കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ റൂമിൽ നിന്ന് ഇടേണ്ട ഡ്രസ്സും അങ്ങനെയെല്ലാം എടുത്ത് വെച്ച് എന്തെല്ലാം കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട വരില്ല. ഒരു ജാക്കറ്റെല്ലാം തന്നെ മതിയാവുമെന്ന് വിചാരിച്ച്. പിന്നെ 2 ഷൂ എക്സ്ട്രാ വെക്കുന്നുണ്ട്, ഫോർമൽ ഡ്രസ്സിൻ്റെ ഒക്കെ ഇടേണ്ടതും. പിന്നെ വേറൊന്ന് എക്സ്ട്രയും കൂടി അങ്ങനെ വെക്കുന്നുണ്ട്. എന്തായാലും പോകുന്നതല്ലേ, ഒന്ന് ഇടുന്നതും പിന്നെ ഈ സ്നീക്കർ ടൈപ്പ് തന്നെ വേറെ ഒന്നും കൂടി എക്സ്ട്രാ വെച്ചിട്ടാ. പിന്നെ ഒരു ബാഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്, യൂസ്ഡ് ഡ്രസ്സെല്ലാം ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തതാണ്. പിന്നെ ഗ്ലൗസ് വെച്ച് കൊടുത്തിന് ഞാൻ, എല്ലാം ഒന്ന് എടുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ മോയ്സ്ചറൈസർ വെക്കുന്നുണ്ട് നല്ലതൊന്ന്. പിന്നെ ഇതിക്കാൻ്റെ ഹെയർ ക്രീമാണ്. അത് അങ്ങനെ ഒരു ഇടയ്ക്കൊരു പാക്കേജാണ് കേട്ടോ. പാക്കിങ് ആ ഒരു ഹെയർ ക്രീം നല്ലതാണ്, വാറ്റികൻ്റെ. പക്ഷേങ്കിൽ അതിൻ്റെ ഇത് നമ്മൾ ഏടെ കൊണ്ടുപോകുമ്പില്ലേ ഓപ്പൺ ആയിപ്പോവും. അങ്ങനെ അതിന് ടാപ്പ് ഒട്ടിച്ചൊട്ടിച്ച് അതങ്ങനെ ആയിപ്പോയതാണ്. എന്നിട്ട് ഞാനത് തുറന്നു പോകുന്നതുകൊണ്ട് ഒരു സിപ്പ് ലോക്ക് കവറിലിട്ടാണ്. പിന്നെ ബ്രഷും സോപ്പും എല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ പോകുന്ന ഹോട്ടലെല്ലാം എന്തായാലും ഉണ്ടാവും, പക്ഷേങ്കിൽ വെറുതെ ഒന്നങ്ങനെ വെച്ച് കൊടുത്തതാണ്. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്തായാലും. പിന്നെ 2 ടവൽ വെക്കുന്നുണ്ട്. ഈ ടവലും ആവശ്യമൊന്നും വരുമെന്നും ഉണ്ടാവില്ല, പക്ഷെ അഥവാ വേണ്ട വന്നാലും. എയർപോർട്ടിൽ എല്ലാം ഖത്തറിൽ ലേ ഓവർ ഉണ്ട് ഒരു കുറച്ച് മണിക്കൂർ. അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വെച്ച് കൊടുത്തതാണ്. പിന്നെ ഈ ഒരു ചെറിയ ബാഗിൽ ചാർജർ, എയർപോഡ്, പിന്നെ പവർ ബാങ്ക് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇടുന്നത്. പിന്നെ കുറച്ച് വയറും അങ്ങനെയെല്ലാം ഇടുന്നുണ്ട്, വാച്ചിൻ്റെ ചാർജർ അതെല്ലാം. പിന്നെ ഇല്ലേ ഒരു ലിപ് ബാം വെക്കുന്നുണ്ട്. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആവുമല്ലോ, അതുകൊണ്ട് ഞാനത് മറന്നുകൊണ്ട് വെച്ച് കൊടുത്തതാണ്. ഇക്കാക്ക് അതിൻ്റെ പ്രശ്നം കേട്ടോ, പെട്ടെന്ന് സ്കിന്നിടെല്ലാം ഡ്രൈ ആവും. പിന്നെ പാരാസെറ്റമോൾ വെച്ചിന്, പിന്നെ ചൂയിങ്കം വെച്ചിന് വെറുതെ. ഈ പോക്കറ്റ് ടിഷ്യൂ വെക്കാൻ മറന്നുപോയി, പക്ഷേങ്കിൽ ടവൽ യൂസാക്കി വയ്ക്കാം, അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇക്കാക്കൊരു 12:30 മണിക്കേനോട്ടാണ് പോകേണ്ടത്. പക്ഷേങ്കിൽ അതിന് മുന്നേക്ക് പോകുന്നതിന് മുന്നേ ആലുമൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടെല്ലാം നല്ല കരച്ചില്ലേനു, സങ്കടേനു. അനക്കും എല്ലാം പിന്നെ സങ്കടേനു. പിന്നെ ഞാൻ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല പോകുന്നതെന്നും. പിന്നെ ഞാനില്ലേ ഈ വീഡിയോ വ്ളോഗ് എന്തായാലും കംപ്ലീറ്റ് ആക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേ ഡ്രസ്സെല്ലാം കുറച്ച് സ്റ്റൈലിൽ നിന്നെല്ലാം കാണിച്ചു തരാമെന്ന്. അങ്ങനെ കാണിക്കാൻ വേണ്ടി കുറച്ച് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചാൽ വൈകുന്നേരം എന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് വൈകുന്നേരവും രാത്രിക്കും എല്ലായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇല്ലേ ആദ്യം ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ കാണിച്ചിട്ടില്ലേ ഈ ഒരു മാക്സി ഡ്രസ്സ് നല്ല രസമില്ല. ഇതിൻ്റെ കളർ കാണാൻ ഈ കളറിന് ബ്ലാക്ക് എന്തായാലും ഉറപ്പായിട്ടും അങ്ങനെ മാച്ചാവും. ഈ കളറും ബ്ലാക്കും നല്ല അടിപൊളി മാച്ചാണ്. അതല്ലെങ്കിലില്ലേ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ ഷെയർ ആക്കുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻസ് എല്ലാം കറക്റ്റ് നിങ്ങൾക്ക് നല്ല ഐഡിയാസ് എല്ലാം കിട്ടണമെങ്കിൽ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ മതിയിട്ടാ. ഞാനങ്ങനെ നോക്കലുണ്ട്. അപ്പോൾ ബ്ലാക്ക് അല്ലാണ്ട് ഈ ഒരു കളറിന് മാച്ചാവുന്ന കുറച്ച് ഷോളാണ് ഞാനിപ്പോൾ കാണിച്ചത്. കോഫി അല്ലെങ്കിൽ ചോക്ലേറ്റ് ബ്രൗൺസ് എല്ലാം നല്ല മാച്ചാവും. അതെല്ലാം ഇങ്ങനെ ലൈറ്റ് കളറാണെങ്കിൽ ഈ പീച്ച് കളറ് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഈ ഒരു ബ്രൗൺ കളറില്ലേ അത് പെയർ ചെയ്ത് നോക്കി. അപ്പോൾ ബ്ലാക്ക് താല്പര്യമില്ലെങ്കിൽ ബ്രൗണ് കുറച്ചുകൂടി ഡാർക്ക് പോലത്തെ ഈ ബ്രൗണ് എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ, ശരിക്കും അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല, വെറുതെ അങ്ങനെ ചുറ്റി വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ ചോക്ലേറ്റ് ബ്രൗൺ ഇല്ലേ അത് യൂസാക്കാം, ചോക്ലേറ്റ് കളർ. അപ്പം നല്ല രസമില്ലേ. അപ്പോൾ ഈ ഒരു കളേഴ്സെല്ലാം ഇങ്ങനത്തെ കളറിൻ്റെയൊക്കെ നല്ല മാച്ചായിട്ട് പോവും. പിന്നെ വൈറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, പക്ഷേ വൈറ്റ് എത്ര വലിയ മാച്ചാവുമെന്ന് അറിയില്ല. ഈ ഡ്രസ്സ് ഞാൻ ട്രെൻഡിയോളിൽ നിന്ന് വാങ്ങിയതാണ്. ഞാനിതിൽ കാണിക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. ട്രെൻഡിയോളിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഈ ഒരു 2 പീസ് സെറ്റില്ലേ ഫ്രണ്ടിൽ ഫുള്ളായിട്ട് സിപ്പ് വരുന്നത്, അപ്പോൾ ഇതും ഞാൻ കുറച്ച് മുന്നേ ട്രെൻഡിയോളിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. നല്ലൊരു ഗ്രീൻ കളർ. ഇതിൻ്റെ ഒന്നും കറക്റ്റ് എന്ത് ഗ്രീനാണെന്ന് നമുക്ക് അറിയില്ല, വേറെ ഗ്രീൻ തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഗ്രീന് വൈറ്റ് നല്ല മാച്ചായിരിക്കും.
അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കൈമേൽ ഫസ്റ്റ് ഉള്ളത് പ്യുവർ വൈറ്റ് ആണ് കേട്ടോ. അങ്ങനത്തെ ചില ആൾക്ക് പ്യുവർ വൈറ്റ് യൂസ് ആക്കുമ്പോൾ ഭയങ്കര ഡള്ളായ പോലെ ഉണ്ടാവും ഫേസ്. അങ്ങനെയുള്ളവരാണെങ്കിൽ മിൽക്ക് വൈറ്റിൽ ഈ ഓഫ് വൈറ്റ് എന്ന് പറയുന്നത് അത് യൂസ് ആക്കാം. മിൽക്ക് വൈറ്റ് അല്ലെങ്കിൽ സ്കിൻ കളേഴ്സ് ഉണ്ടാവുമല്ലോ, ഇതുപോലത്തെ ന്യൂഡ് ഷെയ്ഡ്സ്, അതെല്ലാം യൂസ് ചെയ്യുക. വൈറ്റിനോട് താല്പര്യമില്ലെങ്കിൽ വൈറ്റ് സാമ്യമുള്ള അതുപോലത്തെ ചെറിയ ചെറിയ ഷെയ്ഡ്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ ഡാർക്കറായിട്ട് കുറേ ഉണ്ട്. ഞാൻ ഹിജാബ് ട്യൂട്ടോറിയൽ വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിന്. അപ്പോൾ ഞാൻ ഞാൻ പിടിച്ച 2 കളറില്ലേ, മിൽക്ക് വൈറ്റും പിന്നെ ഒരു സ്കിൻ കളറും ഒരു ന്യൂഡ് ഷെയ്ഡ്, അതുമാണ് കൂടുതൽ യൂസ് ആക്കൽ. പ്യുവർ വൈറ്റ് ഞാൻ കൈമിൽ ഫസ്റ്റ് വെച്ചത് ഞാൻ യൂസ് ആക്കലേ ഇല്ല, എനിക്കത് മാച്ചായിട്ട് തോന്നലില്ല. അപ്പോൾ ഇത് നോർമൽ വേറെ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുക കണ്ട. അപ്പം ഞാൻ അത് മാറ്റിയിട്ട് ഒന്നുകൂടി നമുക്ക് സ്റ്റൈൽ ചെയ്യാം. നമ്മൾ നോർമൽ ഡ്രസ്സ് ഇടുന്നതും സ്റ്റൈൽ ചെയ്യുന്നതും രണ്ടാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്താൽ ഡ്രസ്സിന് നല്ല ചേഞ്ച് ഉണ്ടാവും. അപ്പം ഞാൻ ഉള്ളിൽ ഇതേപോലത്തെ ഒരു ഇന്നർ യൂസ് ആക്കുന്നുണ്ട്. ഈ ഇന്നറും ഞാൻ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് നാട്ടിൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും, ഇങ്ങനെ ലൈൻസ് വരുന്ന ടൈപ്പ്. അപ്പോൾ ഇത് ഞാൻ 3 വരുന്ന ഒരു സെറ്റ് വാങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മളെപ്പോലെ ഹിജാബീസിന് ഏറ്റവും നല്ലതാണ്. സ്ലീവ് എക്സ്റ്റൻഷൻ പോലെ യൂസ് ആക്കാനും ഉള്ളിലിടാനും എല്ലാം. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ലൈൻസ് വരുന്ന ടൈപ്പ് ആകുമ്പോൾ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ലുക്കും ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഇങ്ങനെയാട്ടോ സ്റ്റൈൽ ചെയ്ത്. നേരത്തെ കണ്ടേലും ഇത് ഭയങ്കര വ്യത്യാസമില്ലേ. പിന്നെ ഞാൻ ഏത് ഡ്രസ്സ് എടുക്കുമ്പം നല്ല ലൂസായിട്ടുള്ള ഫിറ്റ് എടുക്കൽ പണ്ട് മുതലേ. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ ഓവർ സൈസും ലൂസ് ഫിറ്റെല്ലാം കുറച്ച് ട്രെൻഡും ആണല്ലോ. പിന്നെ ഈ ഒരു ഹുഡിയില്ലേ, ഈ ബ്ലാക്ക് കളർ ഹുഡി ഞാൻ എപ്പോൾ ഇട്ടാലും അധികം ആളും ചോദിക്കലുണ്ട് എവിടുന്ന വാങ്ങിയെന്ന്. ഞാനിത് ആണുങ്ങളുടെ ജെൻസിൻ്റെ സെക്ഷനില്ലേ ആടുന്നെടുത്ത് ഞാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയാം, വലിയ സൈസ് എടുക്കും. 3XL 4XL അങ്ങനെ എടുക്കും. എന്നാൽ നല്ല ലൂസ് ഫിറ്റിൽ നമുക്കൊരു ട്യൂണിക്ക് പോലെ യൂസ് ആക്കാൻ പറ്റും. ഇത് കണ്ട, ഇത് മീഡിയം സൈസിലാണെങ്കിൽ ആണുങ്ങളിടുന്ന പോലെ ഇടാൻ പറ്റൂ. അപ്പോൾ അതിൻ്റെ വലിയ സൈസ് എടുത്താൽ നല്ല ലൂസിലിടാൻ പറ്റും. ഇതേപോലെ നമുക്ക് സ്റ്റൈൽ ചെയ്യാനും പറ്റും. പിന്നെ ഇതേപോലെ ഹൂഡി ഇടുമ്പോൾ ഷോള് ഇങ്ങനെ ഉള്ളിലേക്കാക്കി വെച്ചാൽ ലൂസ് ഫിറ്റ് ആണെങ്കിൽ പിന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് കവറേജിൻ്റെ ഒന്നും പ്രശ്നമില്ലല്ലോ. ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ മോഡസ്റ്റ് വെയർ ആയിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. മോഡസ്റ്റ് വെയർസ് എല്ലാം നമുക്ക് ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ഇതുപോലെ എന്താ പറയുക, ഹിജാബെല്ലാം ഉള്ളിലേക്ക് വെച്ചിട്ട്. പിന്നെ ഞാൻ ഇത് രാത്രി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ഇതിൽ ഞാൻ ഇന്നുൻ്റെയും ആലുവിൻ്റെയും ഡ്രസ്സിൻ്റെ ഒന്നും കൂടുതൽ കാണിക്കുന്നില്ല. കാര്യം കുറേ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാനും ഇന്നും ഒരു വൈറ്റ് കളറ് ഷർട്ട് രണ്ടാക്കും ഞാൻ ഒരേപോലെ വാങ്ങിയതാണ് കേട്ടോ. അത് എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ചിലപ്പോൾ ഞാൻ കാണിക്കുന്ന എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, പക്ഷെ എനിക്ക് എല്ലാ ടൈപ്പ് ഡ്രസ്സ് ഇടാനും ഇഷ്ടമാണ് കേട്ടോ. ഈ പറയുന്ന പോലെ എനിക്ക് ബോറല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ടൈറ്റായിട്ടല്ലാത്ത ബോഡി കോൺ പോലത്തെ ഡ്രസ്സൊന്നും എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ല. ഞാനിടുന്നത് മറ്റുള്ളവരിടുന്ന ഇഷ്ടമില്ല എന്നൊന്നുമല്ല, ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടമാണ്. പിന്നെ ഡ്രസ്സ് നമ്മൾ കോൺഫിഡൻസോട് കൂടി ഇടുമ്പോൾ എല്ലാം ഡ്രസ്സാണ് കേട്ടോ. അതിങ്ങനെ ഇടണം അങ്ങനെ ഇടണം ഒന്നുമില്ല. അങ്ങനെ എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ്. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാണ് എപ്പോഴും നോക്കൽ. ഏത് മോഡൽ എന്നല്ല, നമുക്ക് എങ്ങനെ കംഫർട്ടബിളാണോ അങ്ങനെ എല്ലാ മോഡലും ഞാൻ ഇടലുണ്ട്. അപ്പോൾ ഇല്ലേ വൈറ്റ് ഷർട്ടിന് നമ്മൾ ഞാനൊരു മംഫിറ്റ് ബ്ലൂ ജീൻസായിട്ട് ഇന്നൂന് ബാഗി കാർഗോ വന്നിട്ടായിട്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാനൊരു വെസ്റ്റ് എടുത്തിന്. ഇന്നൂന് നോർമൽ ഒരു ടീഷർട്ടാണ് കേട്ടോ. അത് ഞാൻ സ്വെറ്റ് വെസ്റ്റാണ് കേട്ടോ എടുത്തത്. ഇന്നൂൻ്റെ ഇങ്ങനത്തെ ഒരു മിക്കി മൗസിൻ്റെ ടീഷർട്ടാണ്. ഈ വെസ്റ്റിന് നമുക്ക് ഒന്ന് ചെറിയ 2 റിയാൽ അങ്ങനെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് കുറേ വെസ്റ്റിൻ്റെ കളക്ഷൻ ഉണ്ട് ട്രെൻഡുകളിൽ. അപ്പോൾ സൈഡിലിങ്ങനെ ബട്ടൺസ് എല്ലാം ഉണ്ട് ഓപ്പൺ ആക്കിയിട്ട്. നമ്മൾ ഈ കൊറിയൻ ഡ്രസ്സിൻ്റെ എല്ലാം കൂടുതലിങ്ങനെ ഈ വെസ്റ്റ് വെച്ചിട്ട് സ്റ്റൈൽ ചെയ്യുന്നതാണല്ലേ. അങ്ങനെ നമുക്ക് ഇത് വാങ്ങിയാൽ ഇതുപോലെ വൈറ്റ് ഷർട്ടിനെല്ലാം സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഒരു വൈറ്റ് ഷർട്ട് ഉണ്ടെങ്കിൽ പല ടൈപ്പിലുള്ള വെസ്റ്റ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. ചെറുതും വലുതും പല കളേഴ്സും ഡിസൈനും എല്ലാം ഉണ്ട്. പിന്നെ ഈ ഒരു ഷൂ ആണ് കേട്ടോ ഞാൻ പെയർ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ഷൂ ഉണ്ടെങ്കിലേ നമുക്ക് മോഡസ്റ്റ് വെയറിൻ്റെയൊക്കെയും അല്ലെങ്കിൽ നോർമൽ വേറെ ഈ പറയുന്ന പോലെ ടീഷർട്ട് അല്ലെങ്കിൽ ഹൂഡി അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാ ഡ്രസ്സിൻ്റെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ടൈപ്പ് ഒരു ഷൂ ഉണ്ടെങ്കിൽ. അപ്പോൾ അതെല്ലാം നമ്മൾ ഒന്ന് മതി, കുറേയൊന്നും വേണമെന്നില്ല. അങ്ങനത്തെ എല്ലാം ഓരോന്ന് മതി. പിന്നെ വേറെ പിന്നെ ഞാൻ ഈനും കുറച്ച് കളേഴ്സ് നോക്കി. പക്ഷേ എനിക്ക് ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള കളറൊന്നും മാച്ചാവുമെന്ന് തോന്നാത്തതുകൊണ്ട് ഈ ഗ്രേ കളർ ഹിജാബാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ എനിക്കിത് ഈ പാൻറ്റിന് മാച്ചാവുന്നില്ലേ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മതിയായി. എന്താ പറയുക, ഉച്ചക്കെല്ലാം കുറച്ച് ഡ്രസ്സെല്ലാം ഇട്ട് വീഡിയോ എല്ലാം എടുത്തോണ്ട് എനിക്ക് മതിയായതുകൊണ്ട് പിന്നെ ഞാൻ പാൻറ്റൊന്നും മാറ്റാൻ നിന്നിട്ടില്ല. പിന്നെ ഈ ഡ്രസ്സ് നമ്മൾ ഹിജാബ് ചുറ്റുമ്പോഴേ ഷർട്ടിൻ്റെ കോളറില്ലേ അത് മറക്കാണ്ട്
എന്താ പറയുക, ഈ കോളർ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന രീതിയിൽ ഹിജാബ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഹിജാബ് കുറച്ചുള്ളിലേക്ക് ടക്കിൻ ചെയ്ത് വെച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ ചെയ്താൽ ഈ ഡ്രസ്സിൻ്റെ എന്താ പറയുക, ആ ഒരു ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇടുമ്പോൾ കുട്ടിക്ക് അങ്ങനെ തലയിൽ കുറേ സാധനങ്ങൾ അങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല. പ്ലെയിനായിട്ട് ഒരു നോർമൽ പോണിറ്റൈലോ അല്ലെങ്കിൽ ഓപ്പൺ എയറോ ആണ് രസമുണ്ടാവുക. പിന്നെ പക്ഷെ ഞാൻ ഒരു ചെറിയ റബ്ബർ ബാൻഡ് വെച്ചൊന്ന് കെട്ടിക്കൊടുത്തിന്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോണിറ്റൈൽ കെട്ടാം. എന്നാൽ പിന്നെ അങ്ങനെ പ്ലെയിനായിട്ടും തോന്നില്ല, എന്നാൽ ഓവറായിട്ടും വരില്ല. ഞാനെപ്പോഴില്ലേ ഇങ്ങനത്തെ ഡ്രസ്സെല്ലാം ഇടുന്നതുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സെല്ലാം നമുക്ക് ഇന്നോന് ഇട്ട് കൊടുക്കാൻ ഇഷ്ടം. അതുകൊണ്ട് ഹെയർ അങ്ങനെ ഭയങ്കര ലോങ് ആക്കിയിട്ട് വെക്കലില്ല. ഭയങ്കര ലോങ് ഹെയറിന് മാച്ച് ആവില്ല എന്നാണ് എനിക്ക് തോന്നൽ കേട്ടോ. പിന്നെ 2 ബട്ടർഫ്ലൈസ് വെക്കുന്നുണ്ട്, വേണേൽ വെച്ചാൽ മതി. ചിലപ്പോൾ ഓവറായിട്ട് തോന്നും ചിലർക്ക്. ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ട് നല്ല രസമില്ലേ. ആ പ്ലെയിൻ ടീഷർട്ട് ഇടുന്നതിനേക്കാളും ഉള്ളിലൊരു ഷർട്ടും കൂടി ഇട്ടാൽ വേറൊരു ലുക്കാവും. പിന്നെ ഷർട്ട് വേണമെങ്കിൽ ഇതിൻ്റെയും ഷർട്ടിൻ്റെ കോളറ പുറത്തേക്കാക്കിയിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന രീതിയിൽ വെക്കണം കേട്ടോ. പിന്നെ സ്ലീവ് വേണമെങ്കിൽ ഫോൾഡ് ചെയ്യുക, അതെല്ലാം നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇന്നുൻ്റെയും ആലുവിൻ്റെയും മാത്രമായിട്ട് ഞാൻ ഇനി വരുന്നൊരു വ്ളോഗിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫിലായിട്ട് കാണാം. താങ്ക് യു, ബൈ.